ഹലോ ഗൈസ്, എന്തേപോലെ ഇറ്റ്സ് മീ ആക്കി മല്ലു സിറ്റോഗ്ര എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽസ് അഥവാ നമ്മുടെ ഐ ക്യാച്ചി തംബ്നെയിൽസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ഐറ്റംസ് ആണ് നമ്മുടെ തംബ്നെയിലും നമ്മുടെ ടൈറ്റിലും. ഓക്കെ, അങ്ങനെ ആ രണ്ട് മെയിൻ ഐറ്റംസിൽ നമ്മുടെ തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാന്നാണ്, അഥവാ ആൾക്കാരെ കൂടുതൽ ആകർഷിക്കുന്ന ടൈപ്പിലുള്ള തംബ്നെയിൽസ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഒരു മൂന്ന് ടോപ്പിക് ആയിട്ട് അഥവാ മൂന്ന് ടൈറ്റിലായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കൂടുതൽ ആൾക്കാർ കാണാൻ ആകാംക്ഷ ഉണ്ടാകുന്ന ടൈപ്പിലുള്ള ഐറ്റംസ് നമ്മൾ തംബ്നെയിലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ സഞ്ജുയുടെ ഈ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. പുള്ളിയുടെ കാറ് കണ്ടിട്ട് ഒരു പയ്യൻ സൈക്കിളിൽ പോയിട്ട് വണ്ടി ഇടിച്ച് സൈക്കിൾ എന്തോ പറ്റി കൈ ഒടിഞ്ഞാണ്. അപ്പൊ അവൻ സഞ്ജു തംബ്നെയിൽ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ വണ്ടി കാരണം അഥവാ ഫ്രൈഡേ ബേബി കാരണം ആളുടെ ഇത് ചെയ്ത് കൈ ഒടിഞ്ഞ പോലെ ഒരു തംബ്നെയിലാണ് ഇത് ചെയ്തത്. അപ്പൊ എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ ആ വീഡിയോയിലേക്ക് കയറും. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പിലുള്ള കൂടുതൽ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് ആയിരിക്കണം. പുള്ളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോയുടെ ചെറിയൊരു പാർട്ടിൽ കണ്ടന്റ് ആയിരിക്കണം, പക്ഷെ അത് കൂടുതൽ നമ്മൾ മെയിൻ പാർട്ടായിട്ട് കൊണ്ടുവന്ന് അതൊരു കൂടുതൽ ആളെ വരുത്തി അഥവാ ഒരു ക്ലിക്ക് ബേറ്റ് പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ് ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ആയിട്ട് ആ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ടെക് വീഡിയോസ് അഥവാ ഹൗ ടു വീഡിയോസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കണ്ടന്റിനെ കുറിച്ച് അത് എങ്ങനെ ചെയ്യാമെന്നാണ് ചെയ്യുന്നത് ഉള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ആ ക്രാഫ്റ്റ് നമ്മൾ ചെയ്ത ഐറ്റത്തിന്റെ നല്ല പിക്ക് നമ്മൾ ഇത് ചെയ്ത് അത് ആ തംബ്നെയിലേക്ക് ഒന്ന് ജസ്റ്റ് ഇത് ചെയ്ത് കൊടുക്കാം, തംബ്നെയിലിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അഥവാ ഇനിയിപ്പോ നമ്മൾ വല്ല എന്തെങ്കിലും ടെക് റിലേറ്റഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും കൂടുതൽ ഐ ക്യാച്ചി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ എടുത്ത് ഒരു തംബ്നെയിലായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ വാട്സാപ്പിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ വാട്സാപ്പിന്റെ ഫേസ് അൺലോക്ക് ഫീച്ചർ, പുതിയതായിട്ട് വരുന്ന ഫേസ് അൺലോക്ക് ഫീച്ചർ, അത് നമ്മൾ നമ്മുടെ തംബ്നെയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടി വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ നമ്മുടെ തംബ്നെയിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തംബ്നെയിൽ ആ വീഡിയോയുടെ മെയിൻ കണ്ടന്റ്. ഓക്കെ, ആ കണ്ടന്റിൽ ആ വീഡിയോ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ ആ തംബ്നെയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ടൈപ്പ് ചെയ്തിടൂലേ, അപ്പൊ അതിനകത്ത് നമ്മൾ പിന്നെ ഈ ടൈപ്പ് ചെയ്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ആവാനും പാടില്ല, കുറവാവാനും പാടില്ല. ഓക്കെ, അങ്ങനെ ഒരു ഇതിൽ ഓവർ ആയി കഴിഞ്ഞാൽ കാണാൻ ഒരു മെയിൻ ഉണ്ടാവില്ല, ആൾക്കാർ അതിന് കയറാൻ ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് കാണാൻ ഒരു രസം ഉണ്ടാവണം. അതേസമയം നമ്മൾ പറയാനുള്ള ഐറ്റംസ് അതിനകത്ത് ഉണ്ടാവുകയും വേണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു തംബ്നെയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ തംബ്നെയിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുക, അഥവാ തംബ്നെയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് വീഡിയോ പബ്ലിക് ആക്കുന്ന ആ സമയത്ത് തന്നെ തംബ്നെയിൽ വരുത്താൻ ശ്രമിക്കുക. അഥവാ നമ്മൾ പ്രീമിയർ ചെയ്യാൻ നേരത്ത് ആ സമയത്ത് തന്നെ തംബ്നെയിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുക. അതും നമ്മൾ വേറൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോ നമ്മുടെ തംബ്നെയിൽ എങ്ങനെ ഇത് ചെയ്യണേ, തംബ്നെയിലിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഒക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കണേന്നും അതിന്റെ ഐറ്റംസ് ഒക്കെ എങ്ങനെ നമ്മൾ എടുക്കുക, അഥവാ റോ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ നമുക്ക് എടുക്കാന്നുള്ള ഒരു വീഡിയോയാണ്. അപ്പൊ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കാണാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ അതിന്റെ ആണ്. അപ്പൊ വീഡിയോ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവർ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് കമന്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മറ്റേ ആ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് എങ്ങനത്തെ ഒരു തംബ്നെയിലാണ് വേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു തംബ്നെയിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ ക്രോമിൽ ജസ്റ്റ് സെർച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു എന്താ വാട്സാപ്പിൻ്റെ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ വാട്സാപ്പിലെ ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ കൂടുതൽ ക്യാച്ചി ആയിട്ട് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫേസ് അൺലോക്ക് ആണ്. അപ്പോൾ വാട്സാപ്പ് ഫേസ് അൺലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലാദ്യം ന്യൂസ് വരും, അതിൽ ഇമേജ് ടാബിലേക്ക് പോകാം. ഇമേജ് ടാബിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ലതായിട്ട് തോന്നുന്ന ആ ഒരു ഇമേജ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെ കുറേ ഇമേജസ് ഉണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലോണം ഇമേജസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഞെക്കി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇത് വരും, അതിൽ ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡൗൺലോഡ്, ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ,
അപ്പോൾ ആ ഒരു ഐറ്റം നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേമാതിരി നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് എന്താണോ ആ റോ മെറ്റീരിയൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മൾ ആ ഒരു ഇത് ക്രോമിൽ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പിക്സൽ ലാബ് ആപ്ലിക്കേഷനിലേക്ക് പോകാം. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം വരുമ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇത് ചെയ്യാനുമുണ്ട്, നമ്മുടെ തംബ്നെയിൽ സൈസ് ആക്കാനുമുണ്ട്. അപ്പോൾ ഇമേജ് സൈസ് ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് തംബ്നെയിലിൽ ആ ഒരു സൈസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറായിട്ട് ഇത് ചെയ്യാം. ഓക്കെ, ഈ ഏറ്റവും താഴെ കാണുന്ന ആ ഒരു ഇപ്പോൾ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ടാബ്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രേഡിയൻ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻ്റ്, സാധാ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കളറ്, അങ്ങനെ നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും വേറൊരു ഇമേജ് ഇതിനകത്ത് ഓൾറെഡി കസ്റ്റമായിട്ട് വേറെ കുറച്ച് ഇമേജസ് ഉണ്ട്, അഥവാ നമുക്ക് ഗാലറിയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രം ഗാലറി ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പിക്ചർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരുന്നു. ആ ഒരു പിക്ചർ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ റീസെൻസിലേക്ക് പോകാം. റീസെൻസ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ ആ ഒരു പിക്ചർ, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു പിക്ചർ ഇതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെ ചെയ്ത് നമ്മുടെ ഇതിനകത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഈ വൈറ്റ് കളറിലെ ഡോട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ അലൈൻ ചെയ്ത് കൊടുക്കാം. അലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു 2 പേപ്പർ വെച്ചേക്കുന്ന പോലെ ഒരു ലെയറിൻ്റെ ഒരു ഐക്കൺ കാണാൻ കഴിയും. ലെയർ ഐക്കൺ ഇത് ചെയ്യാൻ, എന്നിട്ട് ആ ഒരു ലോക്ക് ബട്ടൺ ആ ഒരു വരുന്നൊരു ഇതിനകത്ത് നിന്ന് ഒരു ലോക്ക് ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലെയർ ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊക്കോളും. അപ്പോൾ ഇത് ഇപ്പോൾ ലോക്കായി. ഇനി നമ്മൾ എന്തോരം ടാപ്പ് ചെയ്താലും സെലക്ട് ആവുമൊന്നുമില്ല, അത് നീങ്ങുമൊന്നുമില്ല. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആ ഒരു തംബ്നെയിലിലെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടോ അഥവാ ഏത് പൊസിഷനിൽ വെച്ചാലും അത് നീങ്ങാത്ത രീതിയിലാക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വാട്സാപ്പിൻ്റെ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൻ്റെ ഇമേജ് ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ബേസിക് എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. നമ്മുടെ പിക്സൽ ലാബിൻ്റെ ബേസിക് എഡിറ്റിംഗ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പ്ലേലിസ്റ്റോ അഥവാ ഒരു കാർഡായിട്ടോ വല്ലതും ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് ഇത് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമ്മൾ വാട്സാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി നമുക്ക് വാട്സാപ്പിൻ്റെ ആ ഒരു ഐക്കൺ കയറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആ വീഡിയോയുടെ മെയിനായിട്ട് വരുന്ന കണ്ടൻറ്റ്, മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ്, ആ ഫീച്ചേഴ്സാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇപ്പോൾ ടെക്സ്റ്റ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓവറായാലും കുറവായാലും കുഴപ്പമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു എമൗണ്ടിൽ നമ്മൾ ഇത് ചെയ്യുക. അതായത് ഇപ്പോൾ 1-2 ഫീച്ചേഴ്സ് അഥവാ 1-2 സെൻറ്റൻസ് മാത്രം ഇത് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പ് ഫേസ് അൺലോക്ക്. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ടെക്സ്റ്റ് ഒരു മെനു ഇല്ല കാണാൻ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകാം. അപ്പോൾ കളർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം. കളറിൽ ഗ്രേഡിയൻ്റ് ഇടുന്നതാണ് ഞാൻ മാക്സിമം റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഗ്രേഡിയൻ്റ് എന്ന ഓപ്ഷനിൽ പ്ലസ് ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വരും. അതിനകത്തുനിന്ന് നമുക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്തൊരു കളർ പിക്കർ, ഈ ഏറ്റവും റൈറ്റിലുള്ള ഒരു ബ്ലൂ കളറുള്ള ഓപ്ഷനാണ് നമ്മുടെ കളർ പിക്കർ. അപ്പോൾ അതിനകത്ത് വീണ്ടും പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ വൈറ്റ് ആണ് റിപ്ലേസ് ചെയ്ത് ഇനിയിപ്പോൾ ബ്ലാക്കുമ്മ ക്ലിക്ക് ചെയ്തിട്ട് കളർ പിക്കർ വെച്ചിട്ട് കളർ പിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ 2 കളർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് അലൈൻമെൻറ്റിലാണ് വരേണ്ടത് എന്നുള്ളത് നമ്മുടെ ഏറ്റവും മുകളിൽ നമുക്ക് അലൈൻമെൻറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ ഞാനിപ്പോൾ അലൈൻമെൻറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. ആ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കളർ വന്നിരിക്കുന്നു. ഇനി നമ്മുടെ ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ ഫോണ്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറേ പ്രീസെറ്റ് ഫോൺസ് ഉണ്ടാവും. ആ ഒരു ഫോൺസിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കാം. അതിനുശേഷം ഇച്ചിരി കൂടി സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രോക്ക് ഫീച്ചർ കിട്ടും. അതിനുശേഷം ഒരു ഷാഡോ ഓപ്ഷൻ ഉണ്ട്. ആ ഷാഡോയും എനേബിൾ ചെയ്തിട്ട് ഒരു 3D ലുക്ക്, ഒരു കൂടുതലൊരു എടുപ്പ് കിട്ടും നമ്മൾ ആ ടൈപ്പ് ചെയ്ത ആ ഒരു ടെക്സ്റ്റിന്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യണം, ചെറിയൊരു ചരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു റൊട്ടേറ്റ് ഓപ്ഷൻ ഉണ്ട്. ആ റൊട്ടേറ്റ് ഓപ്ഷനിൽ ആംഗിൾ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു റൊട്ടേറ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതാക്കി നമുക്ക് എടുക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പിക്ചർ എഡിറ്റിംഗ്. ഇതൊക്കെയാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ആവശ്യമുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്തിടേണ്ട കാര്യമൊക്കെ ഉള്ളൂ. അപ്പോൾ എഡിറ്റിംഗ് ആയിട്ട് വരുന്നത് ഇത്രേ ഉള്ളൂ. പിന്നെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ആ ഒരു ഫീച്ചേഴ്സും ആ ഒരു ഐറ്റംസൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.